Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. നമ്മൾ അടുത്തൊരു ലെസൺ പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ലെസൺ പ്ലാൻ EVS ആണ്, അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണ് സബ്ജക്റ്റ് വരുന്നത്. KG തൊട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഈ ഒരു ലെസൺ പ്ലാൻ ഇപ്പോൾ പാരൻ്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഈ ഒരു ലെസൺ പ്ലാൻ കണ്ടാൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ടത് എന്ന് മനസ്സിലാവും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്നും പറയുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിൻ്റെ അകത്ത് പ്രിലിമിനറി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. നെയിം ഓഫ് ദ ടീച്ചർ, നെയിം ഓഫ് ദ സബ്ജക്റ്റ്, നെയിം ഓഫ് ദ ടോപ്പിക്. അപ്പോൾ നമ്മുടെ ക്ലാസ് വരുന്നത് KG 1 to KG പ്രീ പ്രൈമറി സെക്ഷൻ, അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. ഡേറ്റ് വരുന്നത് എന്നാണോ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ആ ഡേറ്റ് ഇടുക. എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ആ പോർഷൻസ് കവർ ചെയ്യുന്നത് ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. അതിൻ്റെ അകത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി അറ്റ് ഹോം അല്ലെങ്കിൽ സേഫ്റ്റി അറ്റ് സ്കൂൾ എന്നുള്ളതാണ് ടോപ്പിക്ക്. വാട്ട് ഡു യു ഡു ടു സ്റ്റേ സേഫ്? നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സേഫായിട്ടിരിക്കാൻ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സേഫ്റ്റി അറ്റ് ഹോം, സേഫ്റ്റി അറ്റ് ഔട്ട്സൈഡ്, ദ മീൻസ് ഡിഫറെൻറ്റ് ഏരിയാസിൽ സേഫ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സേഫ്റ്റി, ടു അണ്ടർസ്റ്റാൻഡ് വൈ വി ടേക്ക് സേഫ്റ്റി മെഷേഴ്സ്, ടു അണ്ടർസ്റ്റാൻഡ് സേഫ്റ്റി റൂൾസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് സേഫ്റ്റി മെഷേഴ്സ് എന്തിനാണ്, സേഫ്റ്റി റൂൾസ് എന്തിനാണെന്നൊക്കെ മനസ്സിലാക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൺസെപ്റ്റ്, ഇതിൽ വന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവെയർനെസ് ഓഫ് സേഫ് ആൻഡ് അൺസേഫ് തിങ്സ് ഇൻ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ആവശ്യമുള്ളതും എന്നത് നമുക്ക് സേഫായിട്ടുള്ളതും സേഫ് അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടു ഇൻട്രൊഡ്യൂസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി റൂൾസ്, അതുപോലെ തന്നെ സേഫ്റ്റി റൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സും മെഷേഴ്സൊക്കെ എന്തെന്ന് മനസ്സിലാക്കുക. പല ഒക്കേഷൻസിലും പല കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തെല്ലാമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാമാണ് വരുന്നത്. ദെൻ എക്സ്പ്ലെയിൻ സേഫ്റ്റി അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. പല പ്ലേസസിലെ സേഫ്റ്റീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, പബ്ലിക് പ്ലേസുകളിലെ ഓക്കെ. ദെൻ സ്കിൽസ്. ഈ ഒരു സേഫ്റ്റി എന്ന് പറയാൻ നേരത്തെ ഇതിൽ നിന്ന് കുട്ടിക്ക് എന്തെല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് എന്തെല്ലാം കഴിവുകളാണ് ഉണ്ടാവുന്നത് നോക്കാം. കൊഗ്നിറ്റീവ് സ്കിൽ എന്ന് വെച്ചാൽ തിങ്കിങ് ആൻഡ് റീസണിങ് ആണ്. ദെൻ ഒബ്സർവേഷൻ, ദെൻ ലിസണിങ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് കുട്ടി ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കാണുമ്പോൾ അത് ആവർത്തിച്ച് പറയുമല്ലോ. അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് പറയാം, കുട്ടികളോട് തീയിൽ തൊട്ടാൽ ചൂടെടുക്കാം. അപ്പോൾ കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കും പറയാം. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് എന്തെല്ലാം വാല്യൂസാണ് ഉണ്ടാവുന്നത് നോക്കാം. റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഇനി ടീച്ചിങ് എയ്ഡ്സ് എന്തെല്ലാം നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യാം, പിക്ചേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ മൾട്ടി സെൻസറി ആയിട്ട് നമുക്ക് വിഷ്വൽസ് കൊടുക്കാം കുട്ടികൾക്ക്, പപ്പറ്റ് ഷോസുകൾ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പ്രീവിയസ് നോളജ്, കുട്ടിക്ക് നേരത്തെ എന്തെല്ലാം ഇതിനെക്കുറിച്ച് അറിയാമെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ആസ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻ വെൻ ഡു വി പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജക്ട്സ്. നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ വെച്ച് കളിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്, അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി വെച്ച് കളിക്കുമ്പോൾ എന്ത് പറ്റുന്നു, കുക്കിംഗ് ഗ്യാസിൽ കളിച്ചാൽ എന്ത് പറ്റുന്നു, അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെക്ഷനിലൂടെ കുട്ടിക്ക് എന്താ മനസ്സിലായി, കുട്ടിയുടെ ഉള്ളിൽ എന്തെല്ലാം ഐഡിയാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ലേണിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തഡോളജീസ്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം ദ ടീച്ചർ എൻ്റർ ഇൻ ടു ദ ക്ലാസ് റൂം വിത്ത് എ പ്ലസൻറ്റ് സ്മൈൽ ആൻഡ് വിഷ് ദം.
എന്താണ് ടീച്ചർ ക്ലാസ്സിൽ എൻ്റർ ചെയ്ത് കുട്ടികളെല്ലാം വിഷ് ചെയ്തു. അതിനുശേഷം അപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങണം അല്ല ഇൻഫോർമൽ ടോക്ക് ചെയ്യും, ഒരു വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്ത് കുട്ടികൾ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ടീച്ചിങ്ങിന് നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന പോർഷൻ എങ്ങനെ പഠിപ്പിക്കാം, നമുക്ക് ഒരു പപ്പറ്റ് ഷോയിലൂടെ കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഡ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ ഡു ആൻഡ് ഡോണ്ട് ആക്ടിവിറ്റി 2 നമുക്ക് കൊടുക്കാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്നുള്ളത്. ദെൻ സേഫ്റ്റി തിങ്സ് അല്ല അൺസേഫ്റ്റി തിങ്സ് എന്തെല്ലാമാണെന്ന് കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുട്ടികളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റി കൊടുക്കാവുന്നതാണ്. ദെൻ വർക്ക്ഷീറ്റുകൾ കൊടുക്കാം. വർക്ക്ഷീറ്റുകളിൽ നമുക്ക് സർക്കിൾ ദി തിങ്സ് ദാറ്റ് യു ഡു ടു സ്റ്റേ സേഫായിട്ടിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് സർക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റും കൊടുക്കാവുന്നത്. ദെൻ ഇതിന് വേണ്ടിയിട്ട് വരുന്ന ഫോളോ അപ്പ് ആക്ടിവിറ്റിയാണ് വരുന്നത്, അതായത് അസൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് പറയാം സേഫ്റ്റി അറ്റ് ഹോമിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കാൻ പറയാം. അതുപോലെ തന്നെ മേക്ക് എ ചാർട്ട് അബൌട്ട് ട്രാഫിക് സിഗ്നലിൻ്റെ ചാർട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിൻ്റെ ഒക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു റോൾ പ്ലേ പോലെ നമുക്കത് ക്ലാസ്സുകളിൽ പ്ലേ ചെയ്യാവുന്നതാണ്. റെഡ് സിഗ്നൽ വരാൻ നേരത്തെ എന്താണ് കാണിക്കേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രോസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് പ്ലേ വേ മെത്തേഡിൽ ഇത് വളരെ സിമ്പിളായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.